ഇത് 265 കൊടുക്കാം. 265 ഇന്നോവയാണ് ഒറിജിനൽ കേരള വണ്ടി. ഇത് 350 കൊടുക്കാം. ഇന്നൊരു ആൾട്ടോന്റെ പ്രൈസിനാണ് നിങ്ങൾ ഒരു 7 സീറ്റർ ഡീസൽ ഏറ്റവും ടോപ്പ് എൻഡ് വണ്ടി ഫുള്ള് ലോൺ ചെയ്ത് കൊടുക്കാം. ഒരു ഓൾട്ടോന്റെ പ്രൈസിനാണ് ഇന്നോവ കൊടുക്കുന്നത്. ഇനി നമുക്ക് ഒരു ഇന്നോവന്റെ പ്രൈസിന് ഒരു ക്രിസ്റ്റയാണ് കൊണ്ടുപോകാം. ഒരു 10-30 രൂപ വണ്ടി ഇറക്കും ചെയ്യാം. ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് ഹസൻ ഖാന്റെ റീഡ്രൈവ് തന്നെയാണ്. അതിന്റെ രണ്ടാമത്തെ ഒരു പാർട്ടാണ്. ലാസ്റ്റ് നമ്മൾ അത്യാവശ്യം നല്ല കളക്ഷൻസ് കാര്യങ്ങളൊക്കെ പരിചയപ്പെട്ടിരുന്നു. ഇന്ന് നമ്മൾ തവണ മാരുതിയുടെ അതോടെ SUV നല്ലൊരു കളക്ഷൻ ഉണ്ട്. നെക്സോൺ, എക്കോ സ്പോർട്ട്, അതേപോലെ നമ്മൾ ഈ ഒരു സൈഡിൽ ബ്രസ് വരുന്നുണ്ട്, എസ്ക്രോസ് വരുന്നുണ്ട്, ഡസ്റ്റർ, അതേപോലെ 7 സീറ്റർ എർട്ടിക കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള നല്ലൊരു മിക്സ് ചെയ്തിട്ടുള്ള ഒരു പാർട്ടിയാണ് ഇന്ന് നമ്മൾ വീണ്ടും വന്നിട്ടുള്ളത്. അപ്പോൾ ഓഫർ പ്രൈസിന് ഇന്ന് നമുക്കൊരു 7 സീറ്റർ എന്നാണ് ഫസ്റ്റ് നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ അസൻക്ക് നമുക്ക് ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ റീഡ്രൈവിന്റെ കറക്റ്റ് ലൊക്കേഷൻ കാക്കഞ്ചേരി, രാമനാട്ടിന് തൃശ്ശൂർ റോഡ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി റോഡ്, ജില്ലോണ്ട് മലപ്പുറം, പക്ഷേ നമുക്ക് നാടുകൊണ്ട് കോഴിക്കോട് ആണ്. അപ്പൊ രണ്ടിനെയും ബോർഡർ പ്ലേസ് ആണ്. നമ്മുടെ പുതിയ നാഷണൽ ഹൈവേന്ന് ജസ്റ്റ് ഒരു ചെറിയ 200 മീറ്ററേ ഉള്ളൂ നമുക്ക് ഈ ഒരു ഷോറൂമിലേക്ക്. അപ്പൊ കേരളത്തിലെ എവിടെയുള്ളവർക്കും വളരെ സുഖകരമായിട്ട് നമുക്ക് ഈ ഒരു ഷോറൂമിൽ എത്തിച്ചേരാം. ട്രെയിനിൽ വരുന്ന പോലാണെങ്കിൽ നമുക്ക് ഫറൂഖിൽ ഇറങ്ങാം, കോഴിക്കോട് ഇറങ്ങാം. അപ്പൊ സൗകര്യപൂർവ്വം നമുക്ക് എത്തിച്ചേരാം. അപ്പൊ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്പർ കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോ തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഫസ്റ്റ് തന്നെ നമുക്ക് എന്താണ് ഒരു 7 സീറ്റർ ഡീസലില് അന്നത്തെ ഏറ്റവും ടോപ്പ് ലോഡ് W8 ഓപ്ഷനിൽ വരുന്ന ഒരു മഹീന്ദ്ര SUV 500 വൈറ്റ് ഫിനിഷിംഗ്. അസൻക, ഇതിന്റെ പ്രൈസ് ആണ് ഹൈലൈറ്റ് അല്ലേ? പ്രൈസ് നിങ്ങൾ ആദ്യം തന്നെ പറഞ്ഞാണ് നിങ്ങൾ ഇത് 350 കൊടുക്കാം. 2012 ലാസ്റ്റ് ഇന്നൊരു ആൾട്ടോന്റെ പ്രൈസിനാണ് നിങ്ങൾ ഒരു 7 സീറ്റർ ഡീസൽ ഏറ്റവും ടോപ്പ് എൻഡ് വണ്ടി. എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങൾ? 2012 ലാസ്റ്റ് 2012 ഓണർഷിപ്പ് വണ്ടി, സെക്കൻഡ് ഓൺഷിപ്പ് ആയിട്ടുള്ളൂ. 120 ഓടിയിട്ടുള്ളൂ. കറക്റ്റ് കമ്പനി സർവീസ്, ടയേഴ്സ് കാര്യങ്ങളെല്ലാം പക്കയാണ്. നമുക്ക് നിലവിൽ ഒരു വർക്കും ചെയ്യിക്കാനില്ല. ഒരു ചെറിയൊരു പൈസ 3,60,000 രൂപ. ഇതിന് ലോൺ 3,400,000 ചെയ്ത് കൊടുക്കാം. അതൊരു 10-30 രൂപ സുഖമായിട്ട് നമുക്ക് വണ്ടി കൊടുക്കാം. ഇതൊരു ഫൈനൽ പ്രൈസ് അല്ല എന്നാണ് പറഞ്ഞിട്ടുണ്ട്. മാക്സിമം നമുക്ക് കുറച്ച് കൊടുക്കും ചെയ്യാം കേട്ടോ. അതേപോലെ തന്നെ വീണ്ടും ഒരു ഇന്നോവ തവണ ഒരു ബഡ്ജറ്റ് പ്രൈസ് നോക്കുന്നവർക്ക് ഇന്നോവ 2006 കേരള വണ്ടി 84-74 ഒരു സീരീസ് ആയിട്ടുള്ള ഫാൻസി നമ്പർ തന്നെ പറയാം. അത് നമുക്ക് ആ ഒരു സ്റ്റോക്ക് കണ്ടീഷനിൽ നിർത്തിയിട്ടുള്ള വണ്ടി ഓക്കെ. അപ്പൊ നിലവിൽ ഇപ്പൊ നമുക്ക് ആ ഒരു സ്റ്റോക്ക് കണ്ടീഷനിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒറിജിനൽ കേരള വണ്ടിയാണ്. ഏതായിരുന്നു വി ആണ് ഓപ്ഷൻ? G4 ആണ്. അഡീഷണൽ ചെയ്തിട്ടുള്ള വണ്ടിയാണ്. അത്യാവശ്യം ഒരു ആവറേജ് ടയർ കണ്ടീഷൻ 2006 ആണെങ്കിൽ 27 മാസം വരെ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് പേപ്പർ കാര്യങ്ങളൊക്കെ നിലവിൽ നമുക്ക് എല്ലാം പക്കയാണ്. നിലവിലൊന്നും ചെയ്യിക്കാനൊന്നുമില്ല. ഒറിജിനൽ കേരള വണ്ടിയാണ്. ഇന്റീരിയർ ഒക്കെ നോക്കി നല്ല ഹൈ ക്വാളിറ്റി സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ള ഒരു വണ്ടി. നിലവിൽ നമുക്ക് ഒന്നുകൂടെ പോളിഷ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കുട്ടപ്പനാക്കിയിട്ടാണ് തരും. എത്ര രൂപ കൊടുക്കാൻ പറ്റും? ഇത് 265 കൊടുക്കാം. 265 ഇന്നോവയാണ് ഒറിജിനൽ കേരള വണ്ടി. അത് 27 പേപ്പർ കാര്യങ്ങളെല്ലാം ഫിറ്റ് ആയിട്ടുള്ള വണ്ടി കേട്ടോ. അതേപോലെ തന്നെ നമുക്ക് ഒരു ഫാമിലിക്ക് ഇന്നോവ പോലെ തന്നെ നമുക്ക് പിന്നെ അത്യാവശ്യം മൈലേജും മെയിൻ്റെനൻസ് തീരെ ഇല്ലാത്ത ഒരു വാഹനം നോക്കുന്നവർക്ക് നമുക്ക് തീർച്ചയായിട്ടും പറ്റുന്ന ഒരു വാഹനമാണ്. സർവീസ് വരെയല്ല അല്ലെ, കറക്റ്റ് ഓയിൽ സർവീസ് മാത്രം ചെയ്തു പോയിട്ട് തന്നെ നമുക്ക് നല്ലൊരു ഫാമിലിക്ക് പറ്റുന്ന ഒരു അടിപൊളി വാഹനമാണ്. ഇതെങ്ങനെയായിരുന്നു മോഡൽ? 2007 LXi അന്നത്തെ ടോപ്പ് ലോഡ് വണ്ടി, AC പവർ സ്റ്റിയറിംഗ്, അതാണ് അതിന്റെ ടോപ്പ് ലോഡ് അല്ലേ. അതേപോലെ നമുക്ക് നല്ല അഡീഷണൽ ആയിട്ട് നല്ല ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു 80-90% ടയേഴ്സും ഉണ്ട് അല്ലേ. എത്ര രൂപ കൊടുക്കാൻ പറ്റും? 68 രൂപയ്ക്ക് പേപ്പർ കാര്യങ്ങളൊക്കെ 27 പേപ്പർ ഉണ്ട്. വെറും 68,000 രൂപയ്ക്ക് അന്നത്തെ ഏറ്റവും ടോപ്പ് ലോഡ് വണ്ടി അല്ലേ. ഇത് നമുക്ക് ഇതാണ് വീണ്ടും നമുക്കൊരു ഓൾട്ടോ 800 തന്നെയാണ്. അതും വടകര രജിസ്ട്രേഷൻ ആണ് വരുന്നത്. ഇത് എങ്ങനെയായിരുന്നു മോഡൽ? 2013 LXi നല്ല ക്വാളിറ്റിയിലെ വണ്ടിയില്ല. അത് നമുക്ക് ഗ്യാരണ്ടി പറയാം. ഇന്റീരിയർ ഒക്കെ നോക്കി നല്ല ക്വാളിറ്റി ഉള്ള അത്യാവശ്യം വെൽ മെയിൻറ്റൈൻ ആയിട്ടുള്ള ഒരു വെഹിക്കിൾ ആണ് വരുന്നത്. ഇപ്പോൾ നമുക്ക് ആ ഒരു പുതിയ വാഹനത്തിന്റെ ഫീൽ നല്ല കെയർ ചെയ്ത് കൊണ്ടുവരുന്ന ഒരു വാഹനമാണ്. സെക്കൻഡ് ഓണർഷിപ്പ് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. കിലോമീറ്റർ 100% ഗ്യാരണ്ടി അറിയാം. എത്ര രൂപ കൊടുക്കാൻ പറ്റും? 160 ഫുൾ ഓൺ ചെയ്യാൻ പറ്റില്ല. അടുത്തതാണ് വീണ്ടും നമ്മൾ കേരള രജിസ്ട്രേഷൻ ഒരു റിഡ്സ് ഡീസൽ അല്ല വണ്ടി. ഡീസലാണ് വീഡിയോ 2013 കേരള രജിസ്ട്രേഷൻ തന്നെയാണ് വരുന്നത്. ഒറിജിനൽ കേരള വണ്ടി. ഒരു 18-20 മൈലേജ് കിട്ടും. കിലോമീറ്റർ എങ്ങനെയാണ്? 128 ഓടി. സർവീസ് ഒക്കെ എത്ര രൂപ കൊടുക്കാൻ പറ്റും? നമുക്ക് 225 പുതിയ ഇൻഷുറൻസ് 225 പുതിയ ഇൻഷുറൻസ് കേരള രജിസ്ട്രേഷൻ വണ്ടിയാണ്. ഒറിജിനൽ കേരളമാനാണ്. 18-20 മൈലേജ് കിട്ടുന്ന വണ്ടി. ശ്രീറാം പ്രൈവറ്റ് ഫിനാൻസ് ഒക്കെ ചെയ്യാം. മാക്സിമം എത്ര രൂപ ചെയ്യാൻ പറ്റും? 1.25-2 രൂപ അടുപ്പിച്ച് ചെയ്യാം. നമുക്ക് ആ ഒരു മാക്സിമം നമുക്ക് ഒരു 19 രൂപയ്ക്ക് സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റൂല. ഇനി ബേസ് ആയിട്ട് വീണ്ടും നമുക്ക് ഇന്നോവകൾ അത്യാവശ്യം നമുക്ക് വരുന്നുണ്ട്. ഫസ്റ്റ് തന്നെ നമുക്കൊരു SUV ആണ് വീണ്ടും നമുക്ക് വരുന്നത്. നിസാന്റെ ടെറാനോ. ഇത് 85 ആണോ? അത് 1 ടൺ ആണ്. 1 ടൺ. സോ പെർഫോമൻസ് ഇഷ്ടപ്പെടുന്നവർക്ക്
ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ്. എങ്ങനെയായിരുന്നു ഇതിന്റെ മോഡൽ കാര്യങ്ങൾ? 2014 വണ്ടി അല്ലേ? ഓ 7 നല്ല ജെയിംസ് ബോണ്ടിന്റെ നമ്പറൊക്കെയാണ് വരുന്നില്ല. നല്ല സീറ്റ് കവർ, ആൻഡ്രോയിഡ് സെറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പൊ ഇതിന്റെ 110 പറഞ്ഞാൽ നമുക്ക് ശരിക്കും ഒരു പക്ക ഓഫ് റോഡ് കാപ്പബിലിറ്റിയിലൊക്കെ വന്നിട്ട് പെർഫോമൻസ് ബേസ് ചെയ്തിട്ടുള്ള എഞ്ചിനാണ്. സോ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഡോൾ ടൂണ് കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ്. അസൻക ഇത് കിലോമീറ്റർ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 1.54 ഓടിയുണ്ട്. സർവീസ് ഒക്കെ കാര്യങ്ങളൊക്കെ എഞ്ചിൻ മെക്കാനിക്കലൊക്കെ ഒന്നുമില്ല. എത്ര രൂപ കൊടുക്കാൻ പറ്റും? ഇത് നമുക്കൊരു 3.10 കൊടുക്കാം. അന്നത്തെ ടോപ്പ് ലോഡ് വണ്ടിയാണ് 110 PS. അത് നമുക്ക് ബെസ്റ്റ് പ്രൈസിൽ മാക്സിമം ഫുള്ള് ലോൺ ചെയ്ത് കൊടുക്കാം അല്ല. ഇവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് ഇന്നോവന് നല്ലൊരു കളക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഒരു ഒറിജിനൽ കേരള വാഹനമായിരുന്നു. അടുത്ത തവണ നമുക്ക് ടൈപ്പ് 4 വൈറ്റ് ഫിനിഷിംഗിൽ പക്ക എക്സിക്യൂട്ടീവ് ലൈറ്റ് ഒറിജിനൽ കേരള വണ്ടി കണ്ണൂർ രജിസ്ട്രേഷൻ ആണ് വരുന്നത്. അന്നത്തെ ടോപ്പ് ലോഡ് വണ്ടി. എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ വരുന്നത്? കിലോമീറ്റർ 1.90 ഓടിയിട്ടുണ്ട്. അവനൊക്കെ സംബന്ധിച്ച് ഒരു കിലോമീറ്റർ അല്ല അല്ലെ, 10 ലക്ഷം വരെ കറക്റ്റ് സർവീസ് ചെയ്ത വണ്ടി ഓടിക്കോളും. ഒറിജിനൽ കേരള 8 സീറ്റ് അല്ലേ? ഇന്റീരിയർ ഒക്കെ നോക്കി നല്ല അടിപൊളി ഇന്റീരിയർ ആണ്. നിലവിൽ നമുക്കൊരു വർക്കും ചെയ്യിക്കാനും ഇല്ല. എത്ര രൂപ കൊടുക്കാൻ പറ്റും? പുതിയ ഇൻഷുറൻസ് അടച്ചിട്ട് നമുക്ക് 3.5 കൊടുക്കാം. 3.5 രൂപയ്ക്ക് ഒറിജിനൽ കേരള, അതും വി ഓപ്ഷൻ ഏറ്റവും ടോപ്പ് ലോഡ് വണ്ടിയില്ല. അടുത്ത വീണ്ടും ഒരു വൈറ്റ് ഫിനിഷിംഗ് തന്നെയാണ്. ഇത് നമുക്ക് 2014 ഇന്റർകൂളറാണ്. സോ ഒന്നുകൂടെ നമുക്ക് മൈലേജ് കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു വണ്ടിയാണ്. സെക്കൻഡ് ഓണർഷിപ്പ്. നിലവിൽ ഇപ്പൊ നിലമ്പൂർ രജിസ്ട്രേഷൻ ആണ് വണ്ടി ആയിട്ടുണ്ട്. എങ്ങനെയായിരുന്നു നമുക്ക് കിലോമീറ്റർ കാര്യങ്ങൾ? കിലോമീറ്റർ 1.90 അടുത്ത് ഓടിയിട്ടുണ്ട്. ഓക്കെ, എഞ്ചിന് മെക്കാനിക്കലൊക്കെ ഫിറ്റ് ഇല്ല. ഇന്റീരിയർ നോക്കി നിങ്ങൾ നല്ല നമുക്ക് അത്യാവശ്യം പ്രീമിയം ലെവലിൽ തന്നെ നമുക്ക് ചെയ്തിട്ടുള്ള ഒരു വണ്ടിയാണ്. നിലവിൽ ഒരു വർക്കും ചെയ്യിക്കാനൊന്നുമില്ല. അഡീഷണൽ ആയിട്ട് സ്കേറ്റിംഗ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ബ്രിഡ്ജിസ്റ്റോണിന്റെ ടയേഴ്സ് കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. എത്ര രൂപ കൊടുക്കാൻ പറ്റും? ഫുൾ കവർ ഇൻഷുറൻസ് പുതിയത് അടച്ചിട്ട് 7 കൊടുക്കാം. 7 രൂപയ്ക്ക് ഫുൾ കവർ ഇൻഷുറൻസ് ഏകദേശം ഉറപ്പിക്കണേ ഇറക്കാൻ പറ്റുമോ? 1.5-1.5 ഒക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കും ചെയ്യാം കേട്ടോ. അടുത്തൊരു ഗോൾഡ് ഫിനിഷിംഗിൽ ഒരു കിഡ്ലം വണ്ടിയാണ്. നിലവിൽ കേൾട്ടം ബേസിൽ നമ്പർ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. 2008 G4 പേപ്പറൊക്കെ 5 വർഷം 28 വരെ പേപ്പർ കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. അത് നമുക്ക് അഡീഷണൽ അത്യാവശ്യം ഫിറ്റിംഗ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള ഒരു വണ്ടിയാണ്. എത്ര രൂപ കൊടുക്കാൻ പറ്റും? പുതിയ ഇൻഷുറൻസ് ഇതിനും അടച്ചു കൊടുക്കാം. ഓക്കെ, 3.4 പുതിയ ഇൻഷുറൻസ് അടച്ചു. 3.4 പുതിയ ഇൻഷുറൻസ് ടൈപ്പ് 4 ആക്കിയ വണ്ടിയാണ്. അത് നല്ല ഫിനിഷിംഗ് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വണ്ടിയാണ്. നല്ല നമുക്ക് ഒന്നും ചെയ്യിക്കാനൊന്നുമില്ല. നേരെ ഡീസൽ അടിച്ചങ്ങ് ഓടിയാൽ മതി. അത് നമുക്ക് ഇതാണ് ഓഫർ റേറ്റ് ആണ്. അത് കുറച്ചിട്ട് കൊടുക്കാം. ഇതൊക്കെ ഒരു ഓൾട്ടോന്റെ പ്രൈസിലാണ് ഇന്നോവനൊക്കെ കൊടുക്കുന്നത് അല്ലേ? ഇനി നമുക്ക് കിഡ്ലം ക്രിസ്റ്റ വരുന്നുണ്ട്. അതിന്റെ ഫസ്റ്റ് ജനറേഷൻ ആണ് വരുന്നത്. നിലവില് നമ്പർ ആയ വണ്ടിയാണ്. നിലമ്പൂർ രജിസ്ട്രേഷൻ ആണ്. എങ്ങനെയായിരുന്നു ഓപ്ഷൻ ഒക്കെ ഏതായിരുന്നു? 2018 G4 ഓണർഷിപ്പ് വണ്ടി. കമ്പനി അലോയ്സ് ഒക്കെ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അത്യാവശ്യം നല്ല ടയേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എങ്ങനെയായിരുന്നു? ഇത് 1.80 ഓടിന്റെ കറക്റ്റ് കമ്പനി സർവീസ്. സാധാരണ റീവണ്ടിക്ക് നമ്മളെ കിലോമീറ്റർ ഗ്യാരണ്ടി പോലെ ഇത് പക്ക സർവീസ് ഇല്ല വണ്ടിയാണ്. ഗ്യാരണ്ടി പറയാൻ പറ്റില്ല. നമുക്ക് പുറത്തെ വണ്ടിയാണെങ്കിലും നമുക്ക് കിലോമീറ്റർ വാറന്റിയിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ അത് അത്രയും നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന ഒരു വണ്ടി തന്നെയാണ്. സെക്കൻഡ് ഓണർഷിപ്പ്. എത്ര രൂപ കൊടുക്കാം? ഇൻഷുറൻസ് പുതിയത് ഫുൾ കവർ അടിച്ചിട്ട് 13 രൂപ കൊടുക്കാം. 13 രൂപ കിട്ടാം. ഓൾറെഡി മാറിയ വണ്ടിയാണ്. അത് ക്രിസ്റ്റന്റെ പ്രൈസ് ആണ്. ഒരു ഇന്നോവന്റെ പ്രൈസിന് ഒരു ക്രിസ്റ്റാണ് കൊണ്ടുപോകാം. ഒരു 1.5 രൂപ വണ്ടി ഇറക്കും ഇറക്കാം. ഇനി ഇവിടെ നിന്നാണ് നമുക്കൊരു വാഗണറിന് നല്ലൊരു കളക്ഷൻ വരുന്നുണ്ട്. നമുക്ക് ഇതാണ് വാഗണറിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെട്ടത് ഇറങ്ങിയ ഒരു ജനറേഷൻ ആണ്. അന്നത്തെ ഏറ്റവും ടോപ്പ് ലോഡ് വണ്ടി അല്ലേ? VXi ആണ്. ഇത് ഓട്ടോമാറ്റിക് ആണോ മാനുവൽ ആണ് അല്ലേ? എങ്ങനെയായിരുന്നു മോഡൽ? 77,000 കിലോമീറ്റർ ഓടി 2013 VXi അല്ലേ? അപ്പൊ നമുക്ക് കിലോമീറ്റർ 85,000. അപ്പൊ ഇത് നമുക്ക് എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും? ഇത് നമുക്ക് 2,30,000 2013 VXi ആണ്. വെറും ഇത്രയും കാലം നമുക്ക് ഡിപ്പെൻസ് നോക്കുമ്പോൾ വെറും 85,000 കിലോമീറ്റർ 17 സിംഗിൾ ഓണർ ഉണ്ട്. അത് എത്ര രൂപ കൊടുക്കാം? നമുക്ക് 360 360. ഇത് നമുക്ക് ഏകദേശം പോളിഷിലാണ് വണ്ടി. ഓക്കെ, ഇത് ഏകദേശം എത്ര രൂപയ്ക്ക് വേണ്ടി ഇറക്കാൻ പറ്റും? 2 രൂപ ലോൺ ചെയ്ത് കൊടുക്കാം. 30 രൂപ ഇറക്കി 13 VXi. ഞാൻ ഒരു ഗ്രേ ഫിനിഷിംഗ്. ഇത് അതേപോലെ തന്നെ ഇതിൽ ഹിറ്റ് ആയ ഒരു കളറാണ്. ഇതെങ്ങനെയായിരുന്നു? 2015 സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. അതും അന്നത്തെ ഏറ്റവും ടോപ്പ് ലോഡ് വണ്ടിയാണ്. AC ഫാസ്റ്റർ, പവർ വിൻഡോ, റിയറിൽ വൈപ്പർ കാര്യങ്ങളെല്ലാം വരുന്ന എല്ലാം ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെന്റ് മിറേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ്. ഇന്റീരിയർ ഒക്കെ നോക്കി നല്ല സ്പേസ് ആണ്. ഇതൊക്കെ നമുക്ക് പ്രായമുള്ള ആളുകൾക്ക് വീട്ടിലുള്ളവരെ സംബന്ധിച്ച് യാത്ര ചെയ്യാൻ നല്ല സുഖമുള്ള വണ്ടിയാണ്. ഫ്രണ്ടിലും ബാക്കിലും ഒരേപോലെ വ്യൂ കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു വാഹനം കൂടിയാണ്. പിന്നെ നമുക്ക് ഇതിന്റെ ഷേപ്പ് കൊണ്ട് ഇനി പുതിയ വഴനൊക്കെ ഓടിക്കാൻ തുടങ്ങുന്നവരെ സംബന്ധിച്ചും ലേഡീസിനൊക്കെ നമുക്ക് പ്രിഫർ ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനം കൂടിയാണ്. എന്നാൽ മൈലേജും കിട്ടും. എത്ര രൂപ കൊടുക്കാൻ പറ്റും? ഇത് 3,20 കൊടുക്കാം. 3,20,000 ഒരു 10-30 രൂപ വണ്ടി ഇറക്കും ചെയ്യാം അല്ലെ? ഇനി ഇതിന്റെ ന്യൂ ഫേസ് വേണം, ഏറ്റവും ന്യൂ ജനറേഷൻ വേണം എന്നുള്ളവർക്ക് ഇവിടുത്തെ രജിസ്ട്രേഷൻ തന്നെ അല്ലെ? 65 തിരൂരങ്ങാട് രജിസ്ട്രേഷൻ. സിംഗിൾ ഓണർഷിപ്പ് 2020 വണ്ടി. ഓക്കെ,
1 ലിറ്റർ ആണ്. 1 ലിറ്റർ ആണ്. സോ അപ്പൊ മൈലേജ് നല്ലോണം മൈലേജ് ഉണ്ടാവും. ഏതായിരുന്നു? സിംഗിൾ ഓണർഷിപ്പ് 90,000 കിലോമീറ്റർ ഓടി. 90,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. സോ 1 ലിറ്റർ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല മൈലേജും കിട്ടും ഒരു വാഹനം അല്ല. എത്ര രൂപ കൊടുക്കാൻ പറ്റുമോ? 390 കൊടുക്കാം. 390. അപ്പൊ നമ്മൾ പറഞ്ഞ ആ പഴയ മോഡലിന് അതേ പ്രൈസിന് നമുക്ക് ന്യൂ മോഡൽ ഫുൾ ഓണും ചെയ്യാം. അപ്പൊ നമുക്ക് നല്ല അത്യാവശ്യം അഡീഷണൽ ഫിറ്റിംഗ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. VXI ഓപ്ഷൻ AC പവർ സ്റ്റിയറിംഗ് 4 പവറിന്റെ കാര്യങ്ങൾ കിട്ടാം. അടുത്ത നമുക്കൊരു ചെറിയൊരു മീസി SUV ടൈപ്പ് വാഹനം മഹീന്ദ്രയുടെ KUV 100 ഡീസലാണ് വണ്ടി. ഇത് ഡീസലാണ്. 2022 മൈലേജ് കിട്ടൂല. 6 സീറ്റാണ്. 6 സീറ്റും ആണ് അല്ലെ. സുഖമായിട്ട് 6 പേർക്ക് യാത്ര ചെയ്യാം. അതും ഇന്റീരിയർ വെച്ചിട്ട് നല്ല കംഫർട്ടും നല്ല സ്പേസ് ഒക്കെ കിട്ടുന്ന വണ്ടി. അതും മൈലേജും അത്യാവശ്യം പെർഫോമൻസ് ഉള്ള വണ്ടി. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 90,000 കിലോമീറ്റർ ഓടി. എഞ്ചിന് മെക്കാനിക്കൽ ഫിറ്റ് ആണല്ലോ. എത്ര രൂപ കൊടുക്കാൻ പറ്റും? 260 ഫുൾ ലോൺ ചെയ്തു. 260 ഫുൾ ലോൺ. 2022 മൈലേജ് കിട്ടുന്ന വാഹനമാണ്. അത് നമുക്ക് കോഴിക്കോട് കൊയിലാണ്ടി രജിസ്ട്രേഷനും അല്ല. അടുത്ത നമുക്കൊരു മാരുതിന്റെ ഒരു 7 സീറ്റർ ഒക്കെ നോക്കി നടക്കുന്നവർക്ക് മാരുതി സുസുക്കി എർട്ടിക. അത് നമുക്ക് ഫേസ് ലിഫ്റ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള നല്ല ഫാൻസി നമ്പർ കാരണം എല്ലാം വന്നിട്ടുള്ള ഒരു വാഹനമാണ്. ട്രിവാൻഡ്രം രജിസ്ട്രേഷൻ ആണ് വരുന്നത്. എങ്ങനെയായിരുന്നു മോഡൽ? 13 മോഡൽ VXI പെട്രോളാണ്. നമുക്ക് മെയിൻ്റെനൻസ് വളരെ കുറവായിരിക്കും. അത്യാവശ്യം നല്ല മൈലേജും ഉണ്ടാവില്ല. അതൊരു നല്ലൊരു ഫാമിലിക്ക് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന വലിയൊരു ഫാമിലിക്ക് ചെറിയ പ്രൈസിന് വലിയൊരു വണ്ടിയില്ല. ഇത് കിലോമീറ്റർ 1-2 ഓടിയിട്ടുണ്ട്. പെട്രോൾ ആയതുകൊണ്ട് ഒന്നുമില്ല. കേരള വണ്ടി തന്നെയാണ്. നമ്മുടെ തലസ്ഥാനത്ത് നിന്ന് വന്നാണ്. എത്ര രൂപ കൊടുക്കാൻ പറ്റും? നമുക്ക് 345 കൊടുക്കാം. 345 7 സീറ്റർ ഒറിജിനൽ കേരള 345 ഫുൾ ലോണും നമുക്ക് ചെയ്യാൻ പറ്റും അല്ലെ. അടുത്ത നമുക്ക് ടെറാനോ പറഞ്ഞ പോലെ തന്നെ അതിന്റെ ഒരു റെനോൾട്ടിന്റെ ഒരു ഡസ്റ്റർ. ഇത് ഏതായിരുന്നു PS? ഇത് 2013 85 ആണ്. 85 ആകുമ്പോൾ ഒന്നുകൂടെ നമുക്ക് മൈലേജ് കിട്ടും. അതിനെ അപേക്ഷിച്ച് നമുക്ക് മെയിൻ്റെനൻസ് കുറവാണ്. ഒരു 18-20 മൈലേജ് കിട്ടുന്ന ഒരു കിട്ടുന്ന SUV ആണ്. ഇതെങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യം? കിലോമീറ്റർ 1,16,000 കിലോമീറ്റർ ഓണർഷിപ്പ് വണ്ടി. 85 ആണ്. 290 ലാസ്റ്റ് കൊടുക്കാം. 290 നമ്മുടെ തിരൂർ രജിസ്ട്രേഷൻ വണ്ടി തന്നെയാണ് വരുന്നത്. 55 ആണ്. അത് ഫാൻസി നമ്പർ ഒക്കെ വരുന്നുണ്ട്. മെക്കാനിക്കലൊക്കെ പക്കാ ഫിറ്റ്. ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. ഫുൾ ലോൺ 290 ഫുൾ ലോൺ അല്ലേ. അടുത്ത തവണ നമുക്കൊരു മാരുതിയിൽ ടോക്കൺ ആയതാണ് അല്ലേ. അടുത്ത തവണ വീണ്ടും നമുക്കൊരു മാരുതി സുസുക്കി ബ്രസ്സ അല്ല. 2017 VDI പ്ലസ് അല്ല. അപ്പോൾ AC പവർ സ്റ്റിയറിംഗ് പവർ വിൻഡോസ് അതേപോലെ നമ്മളെ കമ്പനി തന്നെ വരുന്ന നല്ല ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ് കാര്യങ്ങൾ അതിൽ ആ കിറ്റിൽ വരുന്ന എല്ലാം ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിലെ ഗ്രില്ല് കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു ജീപ്പ് കോമ്പസിന്റെ ടൈപ്പിലേക്ക് കംഫർട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരു വണ്ടിയാണ് അല്ല. മൈലേജ് ഒരു 18-20 മൈലേജും കിട്ടും. എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങൾ? കിലോമീറ്റർ 90,000 ഓടി പക്ക സർവീസിലുണ്ട്. 90,000 ഓടിയില്ലോ. ഗ്യാരണ്ടി പറയാം. കിലോമീറ്റർ ഗ്യാരണ്ടി പറയാം അല്ല. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? ഓണർഷിപ്പ് സെക്കൻഡ് ഓൺഷിപ്പ് അല്ല. എത്ര രൂപ കൊടുക്കാൻ പറ്റും നമുക്ക്? ഇത് നമുക്ക് 560 കൊടുക്കാം. 2017 വണ്ടി. 2015 അതും 90,000 കിലോമീറ്റർ ഓടി വണ്ടി. സെക്കൻഡ് ഓണർ വണ്ടി. ഡീസൽ വണ്ടി അല്ല. എത്ര രൂപ വണ്ടി ഇറങ്ങാൻ പറ്റും? ഏകദേശം ഫുൾ ലോൺ തന്നെ കയറും. ഫുൾ ലോൺ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ഇവിടെ അങ്ങോട്ട് നമ്മൾ നെക്സോൺ 2 വരുന്നുണ്ട്. ഫസ്റ്റ് നമ്മൾ ഒരു ഫേസ് ലിഫ്റ്റ് ഒക്കെ വന്നിട്ടുള്ള എറണാകുളം രജിസ്ട്രേഷൻ. ഇത് ഡീസലാണോ പെട്രോൾ ആണ്? 2020 XMS. ഇതിന്റെ ഒരു ഹൈലൈറ്റ് ആണ് സൺറൂഫ് കാര്യങ്ങളൊക്കെ വരുന്ന കുട്ടികളെ സംബന്ധിച്ച് സൺറൂഫ് ഒക്കെ ഹൈലൈറ്റ് ആണ്. അതേപോലെ തന്നെ നമുക്ക് പെട്രോൾ ആയതുകൊണ്ട് മെയിൻ്റെനൻസ് വളരെ കുറവാണ്. എങ്ങനെയായിരുന്നു കിലോമീറ്റർ? കിലോമീറ്റർ 97,000 ഓടി. കറക്റ്റ് കമ്പനി സർവീസ് ഉണ്ട്. സർവീസ് തന്നെയുള്ള വണ്ടിയാണ്. സർവീസ് ഉണ്ട്. VTOP ഇൻഷുറൻസ് ഒക്കെ ഷോറൂമിൽ നിന്ന് പുതിയ എടുത്ത വണ്ടിയാണ് അല്ലേ. അപ്പൊ ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് കിട്ടണമെങ്കിൽ കമ്പനി സർവീസ് ഉണ്ടെങ്കിൽ തരുള്ളൂ. അപ്പൊ നമുക്ക് ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസും പ്രൊജക്ടർ ലാമ്പ് ഡേറ്റൽ റെന്റിംഗ് ലാമ്പ് സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു അടിപൊളി വാഹനം. എത്ര രൂപ കൊടുക്കാൻ പറ്റും? 575 കൊടുക്കാം. 575 ഫുൾ ലോണും ചെയ്യാം. പിന്നെ ബിൽഡ് ക്വാളിറ്റി കാര്യത്തിൽ ഒന്നും ഒരു ടെൻഷനും വേണ്ട. അത്രയും 5 സ്റ്റാർ റേറ്റിംഗും കാര്യങ്ങളൊക്കെ വരുന്ന ഫീച്ചേഴ്സ് ഉള്ള ഒരു വണ്ടിയില്ല. ഇനി അതായത് നെക്സോൺ തന്നെ ഒന്നുകൂടെ ബഡ്ജറ്റ് ഇല്ല. 2018 സിംഗിൾ ഓണർഷിപ്പ് ഡീസൽ വണ്ടി. ഡീസൽ XM മൈലേജ് ഒരു 20 എന്തായാലും കിട്ടും. അപ്പൊ നല്ല ക്വാളിറ്റിയും പെർഫോമൻസും നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള ഒരു വണ്ടിയില്ല. കിലോമീറ്റർ എത്രയായിരുന്നു? കിലോമീറ്റർ 142 ഓടിയുണ്ട്. കറക്റ്റ് സർവീസ് മെക്കാനിക്കൽ ഫിറ്റ് തന്നെയാണ്. സർവീസുള്ള വണ്ടിയാണ് അല്ലേ. എത്ര രൂപ കൊടുക്കാൻ പറ്റും? നമുക്ക് 510 പുതിയ ഇൻഷുറൻസ് ഫുൾ കവർ അടച്ചു കൊടുക്കാം. ഓക്കെ. അപ്പൊ ഫുൾ കവറിൽ 510 നമുക്ക് കൊടുക്കാം. ഫുൾ ഓൺ ചെയ്യാൻ പറ്റുമോ? ഫുൾ ഓണിന്റെ അടുത്ത് ചെയ്യാം. 19 രൂപ എന്തായാലും വണ്ടി ഇറക്കും ചെയ്യാം. വണ്ടി ഹൈ ക്വാളിറ്റി വണ്ടികളാണ്. വന്ന ആള് ചെക്ക് ചെയ്താൽ എന്തായാലും എടുക്കും. അത്രയും നമുക്ക് ക്വാളിറ്റി ഗ്യാരണ്ടി വരാൻ പറ്റും. എടുത്തിരിക്കും. അടുത്ത നമുക്കൊരു എക്കോ സ്പോർട്ട് നമുക്ക് 2 വരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ പറഞ്ഞാല് നമുക്ക് വാഹനപ്രേമികളുടെ ഒരു ഹര എടുത്ത് ഈ വണ്ടി എന്നൊക്കെ പറഞ്ഞാൽ ഇത് വൈറ്റും ഉണ്ട് അതേപോലെ സിൽവറും ഉണ്ട്. ഇതെങ്ങനെയായിരുന്നു മോഡൽ? 2013 മോഡൽ ഡീസൽ വണ്ടി അല്ല. നല്ല ഫാൻസി നമ്പർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്.
18-20 മൈലേജ് കിട്ടും. ഇതിനൊരു എക്സ്പീരിയൻസ് അറിയണമെങ്കിൽ ആ ഡ്രൈവർ സീറ്റിൽ ഇങ്ങനെ ഇരിക്കണം. അപ്പോഴാണ് ഈ വണ്ടിന്റെ ഒരു പെർഫോമൻസ് നമുക്ക് അറിയാൻ പറ്റും. ഇതെങ്ങനെയായിരുന്നു കിലോമീറ്റർ ഒക്കെ വരുന്നത്? 34 ഓടിയുണ്ട്, റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ല. എഞ്ചിന് മെക്കാനിക്കലൊക്കെ ഫിറ്റ് ഇല്ല. എത്ര പേ കൊടുക്കാൻ പറ്റും? 340 കൊടുക്കാം. 340 ചെറിയൊരു പ്രൈസിന് കൊടുക്കാം. ഡീസൽ വണ്ടിയാണ്, 18-20 മൈലേജ് കിട്ടുന്ന ഒരു വാഹനം അല്ലെ. ഇതിന് നമുക്ക് ലോൺ സൗകര്യം 2.25 വരെ ചെയ്തു നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം അല്ലെ. അടുത്ത ഒരു റെനോ ക്യാപ്ചർ ഇല്ല, അതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് 18-20 മൈലേജും കിട്ടും, നല്ല ഫീച്ചേഴ്സും കിട്ടും, അതേപോലെ നല്ല സ്പേഷ്യസ് ഒക്കെ ഉള്ള ഒരു വാഹനമാണ്. എങ്ങനെയായിരുന്നു മോഡൽ? 2017 മോഡൽ. അതായത് RXT ടോപ്പ് ലോഡ് വണ്ടിയാണ്. എങ്ങനെയായിരുന്നു കിലോമീറ്റർ? 76,000 കിലോമീറ്റർ പ്രോപ്പർ സർവീസിൽ വണ്ടി. 100% ഗ്യാരണ്ടി പറയാം. ഏകദേശം 20 മൈലേജും കിട്ടുന്ന വാഹനമാണ്. അതേപോലെ നല്ല ലെങ്ത് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ലോങ് ഡ്രൈവിനൊക്കെ നല്ല കംഫർട്ട് ഉള്ള ഒരു വാഹനം കൂടിയാണ് അല്ലെ. അസൻക നമുക്ക് എത്ര രൂപ കൊടുക്കാം? 5-10 പുതിയ ഇൻഷുറൻസ് അടച്ചു കൊടുക്കാം. 5-10 ഫുൾ ഓൺ ചെയ്തുകൂടെ നമുക്ക്? ഇതൊക്കെ നമുക്ക് എന്താ വെച്ചാൽ അത്രയും പ്രൈസ് വന്നിരുന്ന ഒരു വാഹനമാണ്. അപ്പൊ നല്ല ട്രാക്കിനെയും നമുക്ക് ഫുൾ ഓൺ നമുക്ക് ചെയ്യാൻ പറ്റും. വീണ്ടും നമുക്കൊരു എക്കോ സ്പോർട്ട് തന്നെയാണ് വരുന്നത്. ഇത് നല്ല ഫാൻസി നമ്പർ കാര്യങ്ങളൊക്കെ വരുന്ന പൊന്നാനി രജിസ്ട്രേഷൻ 8080 നല്ല ഫാൻസി നമ്പർ കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വാഹനം. എങ്ങനെയായിരുന്നു മോഡൽ? 2015 മോഡൽ സെക്കൻഡ് ഓണർഷിപ്പ് കിലോമീറ്റർ സർവീസാണ്. സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ടുള്ളൂ. ഇത് ടൈറ്റാനിയം കമ്പനി അലോയ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇതൊക്കെ പിന്നെ ബിൽഡ് ക്വാളിറ്റി പെർഫോമൻസ് നമ്മൾ പറയേണ്ട ആവശ്യമില്ല, അത്രയും പക്കായിട്ടുള്ള വണ്ടിയാണ്. എത്ര രൂപ കൊടുക്കാൻ പറ്റും നമുക്ക്? 410 കൊടുക്കാം. 2015 ടൈറ്റാനിയം 2015, അതും സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. നല്ല ക്വാളിറ്റി, ഒന്നും ചെയ്യാനില്ല. അത്യാവശ്യം ടയർസ് എല്ലാം വരുന്ന ഒരു വണ്ടിയാണ്. മാക്സിമം നമുക്ക് ഒരു ഇൻഷുറൻസ് പുതിയത് അടച്ചും കൊടുക്കാം. മാക്സിമം ലോൺ ഏകദേശം അടുപ്പിച്ച് ചെയ്ത് കൊടുക്കാം. മാക്സിമം 30 ഉറപ്പുണ്ടെങ്കിൽ പറഞ്ഞ വണ്ടികൾ 90% ഇറക്കാൻ കഴിയും നമുക്ക് വണ്ടി ഇറക്കാൻ ഓക്കെ ആണെങ്കിൽ. ഫ്രണ്ട്സ്, നമ്മൾ റീഡ്രൈവിലായിരുന്നു. അപ്പോൾ ലൊക്കേഷൻ വരുന്നത് നമ്മൾ കാക്കഞ്ചേരി തന്നെയാണ്. പുതിയ ഹൈവേന്ന് ജസ്റ്റ് ഒരു 200 മീറ്റർ. അപ്പോൾ നമ്മുടെ അസൻഖാനൊക്കെ നമ്മൾ പരിചയപ്പെടുത്തുന്ന കാര്യങ്ങളില്ല. നമ്മൾ ലാസ്റ്റ് ഡേയിൽ ഏകദേശം ഒരു 10-60ഓളം വാഹനങ്ങൾ ഒരു പാർട്ടി നമ്മൾ മിന്നിച്ച് കളഞ്ഞതായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ലിങ്ക് നമ്മൾ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് പിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 57 മുതൽ നമുക്ക് എല്ലാ പ്രീമിയം ഇന്നോവ ക്രിസ്റ്റ വരെ നമുക്ക് ഏറ്റവും നല്ല ബെസ്റ്റ് പ്രൈസിന് നമുക്ക് ഇവിടുന്ന് തരുന്നുണ്ട്. ക്രിസ്റ്റിനൊക്കെ വില എന്ന് പറഞ്ഞാൽ 13 ലക്ഷത്തിന് നമുക്ക് നമ്പർ ആയിട്ടുള്ള ക്രിസ്റ്റ ഇവിടുന്ന് കൊണ്ടുപോകാന്നുള്ളതാണ് ഹൈലൈറ്റ്. SUV-കൾ, ഡീസൽ കളക്ഷൻസ്, ഓട്ടോമാറ്റിക് കാറുകൾ, എല്ലാ ലെവലിലെ വാഹനങ്ങളും നമുക്കിവിടെ അവൈലബിൾ ആണ്. അപ്പോൾ കൂടുതൽ എൻക്വയറീസ് നമ്പർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അസൻഖാൻ നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ അസൻഖാൻ നമുക്ക് മാക്സിമം കുറച്ച് കൊടുക്കാം. വന്ന് ഇഷ്ടപ്പെട്ട ഒന്നുകൂടെ അഡ്ജസ്റ്റ് ചെയ്യാം അല്ല. ഇതിലെ പ്രൈസുകളൊന്നും ലാസ്റ്റ് പ്രൈസ് അല്ല. നിങ്ങൾക്ക് വാഹനം എടുക്കാൻ താല്പര്യമുണ്ട്, ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്തെടുക്കും. അതും ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഫുൾ ഓൺ വാഹനങ്ങൾ ഉണ്ടാവും. മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിരുന്നു വീണ്ടും കാണാം. റിയാസ് ആൻഡ് അസൻഖാൻ സൈനിങ് ഓഫ്.